ഇനി തല കുളിക്കാതെ മുടി വളർത്തിയെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എത്ര കൊഴിഞ്ഞു പോയ മുടിയും കിളിർത്ത് വരാനും നല്ലപോലെ ഉള്ളു വയ്ക്കാനും നല്ല കിടിലൻ ഒരു സൂത്രമാണ്. ഈ സൂത്രം നിങ്ങളെ ഇന്ന് ഞെട്ടിക്കാൻ പോവുകയാണ്. ശരിക്കും മുടിക്ക് നല്ല തിളക്കവും നിറവും ഒക്കെ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ 3 ടിപ്പുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ വിനിയാസ് വേഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സമയം കളയണ്ട, ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ ചെമ്പരത്തി തന്നെയാണ്. വീട്ടുമുറ്റത്ത് ഇഷ്ടം പോലെ സുലഭമായിട്ട് കാണപ്പെടുന്ന ഒന്നാണല്ലോ ചെമ്പരത്തി, അല്ലേ? എന്തോരം ചെമ്പരത്തി പൂക്കളാണ് പൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത്. ആർക്കും അറിയില്ല ചെമ്പരത്തിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഒന്നും. ഇത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, വേറെയും പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പും കൂടി നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതാണ് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 10-15 ചെമ്പരത്തിപ്പൂ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കണേ, ക്ലീൻ ചെയ്യണേ. ഇതിൻ്റെ ഇടയ്ക്ക് അതും ഇതും പ്രാണികളും പുഴുക്കളും ഉറുമ്പും ഒക്കെ കാണും. അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടൊന്ന് എടുക്കുക ആദ്യമേ. അപ്പോൾ ഇതേണ്ട ഇത്രയും ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 2 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 2-3 സ്പൂണ് കൂവപ്പൊടി, ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറുനാരങ്ങ. ഇത്രയും എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ കൂവപ്പൊടി ഒന്ന് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കലക്കി ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒന്ന് മൂടി വെച്ചതുപോലെ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ആദ്യമേ തന്നെ ചെമ്പരത്തി പൂക്കളെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ചെമ്പരത്തിപ്പൂ ഇടുമ്പം തന്നെ ആ ചെമ്പരത്തി പൂവിൻ്റെ നിറമെല്ലാം ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് ഏകദേശം ഒരു നീല നിറമാകും. പിന്നെ നമുക്ക് ആ ചെമ്പരത്തിപ്പൂ ഇതുപോലെ നമുക്ക് ആദ്യമേ തന്നെ പെട്ടെന്ന് കോരി മാറ്റാം. അങ്ങനെ കോരി മാറ്റിയതിന് ശേഷം അല്പം നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളർ ചേഞ്ച് കാണാൻ പറ്റും. ഒരു നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈവിടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിക്കൊന്നും പിടിക്കാതെ തന്നെ കേട്ടോ. ഇതിലെ ആ ഒരു വെള്ളമയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടിങ്ങനെ വെള്ളം വറ്റി വരുമ്പോഴേക്കും ഏകദേശം ഇതുപോലെ ഇങ്ങനെ കുറുകി വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവം, അതായത് ഒറ്റനൂൽ പരുവം എന്നൊക്കെ പറയത്തില്ലേ, അത്രയും തന്നെ ആകണ്ട, അത്രയും ആകാതെ തന്നെ ഇതാ ഈ ഒരു പരുവം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുണ്ട് തണുത്ത് കഴിയുമ്പം നിങ്ങൾക്കിത് കണ്ടിട്ട് ഇപ്പം എന്താണെന്നാണ് തോന്നുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ജാമൊക്കെ ഇല്ലേ, അതേ സംഭവം തന്നെയാണിത്. പക്ഷേ ഇത് ചെമ്പരത്തി പൂ കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് മാത്രം. ഞാനിതൊന്ന് ബ്രെഡിൽ തൂത്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ എത്ര മാത്രമാണെന്ന്. ഇതുണ്ട് അടിപൊളിയല്ലേ നോക്കിയേ. ഈ ബ്രെഡും ജാമും ഒക്കെ എന്താ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സംഭവം. അപ്പോൾ വീട്ടുമുറ്റത്ത് വെറുതെ കിടക്കുന്ന ചെമ്പരത്തി പൂ ഇനി ആരും പാഴാക്കി കളയരുത്. ഇങ്ങനെ ജാം ഉണ്ടാക്കിയിട്ട് ബ്രെഡിലൊക്കെ തൂത്ത് കൊച്ചുങ്ങൾക്ക് കൊടുത്തു ഒരു കുഴപ്പമില്ല. തികച്ചും നാച്ചുറലാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ടും ഞാൻ ചെമ്പരത്തിപ്പൂ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്കിപ്പോൾ ഒത്തിരി ചെമ്പരത്തിപ്പൂ വേണ്ട, ഒരു 5 ചെമ്പരത്തിപ്പൂ മതി കേട്ടോ. ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പഴയതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കിനും ആ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമെല്ലാം ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഈ പൂവെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആ വെള്ളം മാത്രമായിട്ടൊന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വെള്ളം മാത്രമായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അരമുറി നാരങ്ങയുടെ നീര് ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഒരു വെള്ളത്തിലേക്ക് നാരങ്ങാ നീര് വീണ് കഴിയുമ്പോഴത്തേക്കും അപ്പാടെ കളറങ്ങ് ചേഞ്ച് ആകും കേട്ടോ. പഴയതുപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ തന്നെ. എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ബാക്കി പരിപാടികളൊക്കെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിങ്ങനെ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ടല്ലോ കോൺഫ്ലോർ ആണ്. അപ്പം നിറച്ചൊരു സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഫ്ലെയിം കൂട്ടി വെക്കരുത്, അടിക്ക് പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് എന്താ പറയുക, ഒന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിയിലൊന്നും പിടിച്ചേക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്നിങ്ങനെ തണുത്ത് വരട്ടെ കേട്ടോ. ഒന്ന് തണുത്ത് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇച്ചിരൂടെ സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുണ്ട്.
തണുത്ത് വന്നപ്പം ദേ ഇതുപോലൊന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കണ്ടോ? ഇങ്ങനെ മേളിൽ ഇങ്ങനെ പാടയൊക്കെ കെട്ടി ഒന്ന് കട്ടയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നല്ലപോലെ നമുക്കിതൊന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ ബദാം ഓയിൽ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ബദാം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ബദാം ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് പാരഫിൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഒരു സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചിട്ടെടുക്കണം. അപ്പം നന്നായിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതിപ്പോൾ എന്തിനാണ് ഉണ്ടാക്കിയെന്നല്ലേ, കഴിക്കാനാണോ കുടിക്കാനാണോ ഇതെന്താ സംഭവമെന്ന്. ഇത് നല്ല അടിപൊളി ഒരു ഫേസ് ക്രീമാണ് കേട്ടോ, അല്ലെങ്കിൽ ബോഡി ക്രീമാണ്. ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ഗ്ലിസറിനും നാരങ്ങാനീരും ഒക്കെ കൂടെ ചേർന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ കോൺഫ്ലവറും ഒക്കെ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുഖത്തൊക്കെ കുളിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നിറം വയ്ക്കാനും മുഖത്തെ ആ ഒരു പാടുകളൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആകാനായിട്ട് സഹായിക്കും. മുഖം നല്ല നമുക്ക് കാലിലും കയ്യിലും ഒക്കെ ഇത് തേച്ച് മസാജ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇനി കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകേണ്ട. സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ പൊഴിഞ്ഞു കിടക്കുന്ന ചെമ്പരത്തി പൂ കൊണ്ട് തന്നെ നമുക്ക് ഫേസ് ക്രീം ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുകയും വേണം കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ്, നിങ്ങളെല്ലാവരും ഒരു പാത്രത്തിൽ ഞാൻ 5 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 സ്പൂൺ ഉലുവ ഇടാം, നമ്മളിപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി കറിവേപ്പിലയാണ് വേണ്ടത്. കറിവേപ്പില ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പം ഈ 1.5 ഗ്ലാസ് വെള്ളം എന്നത് 1 ഗ്ലാസ് എന്നുള്ള നിലയിൽ നല്ലതുപോലെ വറ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തല കുളിക്കാതെ എങ്ങനെ മുടി വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. നമ്മളിപ്പം മുടി വളരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കെമിക്കലുകളുടെ പുറകെയാണ് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറകൾ പോകുന്നത് അല്ലേ. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പലതിനെയും നമ്മളങ്ങ് മറക്കാറാണ് പതിവ്. അപ്പോൾ ഈ ചെമ്പരത്തിയൊക്കെ എന്തുമാത്രമാണ് വീട്ടുമുറ്റത്തുള്ളത്, പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കത്ത് പോലുമില്ല. എന്നിട്ട് മാർക്കറ്റിൽ പോയിട്ടുള്ള കെമിക്കലുകളെല്ലാം വാങ്ങിച്ചിട്ട് മുടിയിൽ തേക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാനും ഇടയായിത്തീരും. അപ്പോൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് നല്ലപോലെ ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലോട്ട് അരമുറി നാരങ്ങയുടെ പകുതിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് ആ ഒരു കളർ ചേഞ്ച്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയുടെ സത്തും അതുപോലെ തന്നെ ഉലുവയും ചെമ്പരത്തി പൂവും നാരങ്ങാനീരും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയാണ് നമ്മുടെ മുടിക്ക് ഇത് കേട്ടോ. നല്ല അടിപൊളി ഒരു ഹെയർ ടോൺ എന്ന് വേണം പറയാനായിട്ട്. നാച്ചുറലാണിത് കേട്ടോ. അപ്പോൾ കെമിക്കലുകളുടെ പുറകെ ഒന്നും പോവേണ്ട. ഇത് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കി നിങ്ങൾക്ക് 1 മാസം വരെയും സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിപ്പം മുടിയിൽ സ്പ്രേ ചെയ്തു എന്നും പറഞ്ഞ് അന്നേരം കുളിക്കുകയൊന്നും വേണ്ട. ഇതിപ്പോൾ രാവിലെ നമുക്ക് ജോലിക്കോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പോകുന്ന സമയത്തും രാവിലെ നമുക്ക് മുടി ഇഴകളിൽ തലയോട്ടിയിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം. ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുടി അപ്പം തന്നെ കഴുകണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ മുടിക്ക് നല്ലതാണ്. തലയോട്ടിയിലെ താരം പോകാനും ചൊറിച്ചിൽ മാറാനും അതുപോലെ പെൻഷനും ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ മുടിക്ക് നല്ല കറുത്ത നിറവും തിളക്കവും ഒക്കെ ലഭിക്കും. ഇനി ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറൊന്നും മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. മുടി വളരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്പ്രേയിൽ തന്നെയുണ്ട്, ഈ ഒരൊറ്റ സ്പ്രേയിൽ തന്നെ. അപ്പോൾ ഇനി തല കുളിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി ഇങ്ങനെ ഈസി ആയിട്ടിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നല്ല തിക്കായിട്ട് തന്നെ മുടി വളരുകയും ചെയ്യും, നല്ല കറുത്ത നിറവും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി ആയിട്ടുള്ള ഹോം റെമഡി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഈ സ്പ്രേ എടുത്ത് നിങ്ങൾ 1 മാസത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പുറത്ത് വെച്ചാൽ ഇത് കേടായി പോകത്തൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പുകൾ 3 എണ്ണവും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.